കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പോട്ടിക്കറിയാണ്. കല്യാണ വീടുകളിലൊക്കെ തലേ ദിവസം അത്താഴൂട്ടിന് ഉപയോഗിക്കുന്ന ഒരു പ്രധാന വിഭവമാണ് പോട്ടി. അത് കഴിക്കാൻ വേണ്ടി തന്നെ ആമ്പിള്ളേരൊക്കെ വിളിക്കാത്ത കൂട്ടുകാരുടെ ഒപ്പം കൂടി പോയി ഇത് ആ വീടുകളിൽ നിന്നൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ ഞാനത് കാരണം ഇന്നിപ്പോൾ പോട്ടിയാണ് ഉണ്ടാക്കുന്നത്. 1.5 കിലോ പോട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 ചെറിയ പച്ചക്കായ എടുത്തിട്ട് വറുത്തരച്ചാണത് കറി വയ്ക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കാം. പോട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കതൊരു കുക്കറിനകത്തേക്കിട്ട് വേവിക്കാൻ വയ്ക്കാം. ഒരു സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. പോട്ടിക്ക് ഇറച്ചി പോലെയല്ല, ഇറച്ചിനേക്കാളും നല്ല വേവുണ്ട്. ഒരു അരമണിക്കൂറെങ്കിലും വിസിൽ വന്നതിന് ശേഷം ഇത് നന്നായിട്ട് വേവണം, എന്നാലേ അതിനൊരു മയം കിട്ടുള്ളൂ. അപ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തുറന്ന് പച്ചമുളക് ഇഞ്ചി വേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കാം. പോട്ടി അടപ്പത്ത് വെച്ചത് ഒരു 10 മിനിറ്റ് വേവിച്ച് അത് കുക്കർ തുറന്നിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളക് ഇഞ്ചി വേപ്പില സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അതിനകത്തേക്ക് 10 പച്ചമുളക് എടുത്തത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 3 ഇതള് വേപ്പില, ഒരു ആവശ്യത്തിന് ഉപ്പ്. 1.5 കിലോ പോട്ടിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇതൊക്കെ അരിഞ്ഞു പോകണതുകൊണ്ട് നമ്മൾ നേരത്തെ ഇടാഞ്ഞത്. ഇനി നല്ലൊരു വേവുണ്ട് ഇതിന്. നമുക്ക് ഇതൊക്കെ ഇട്ട് ഇളക്കി കൂട്ടി ഒന്നുകൂടി അടപ്പത്തേക്ക് വെക്കാം. നമുക്ക് ഒരു 15 മിനിറ്റ് കൂടി വേവിച്ചിട്ട് നമുക്ക് ഒന്നുകൂടി ഓഫ് ചെയ്ത് നോക്കാം. നമ്മുടെ പോട്ടി വെന്തിട്ടുണ്ട്. നമുക്കത് കറിയാക്കാനുള്ള തേങ്ങ വറുത്തരയ്ക്കാം. ഒരു വലിയ തേങ്ങ ചിരണ്ടിയത് ആയിട്ട് നമ്മൾ എടുത്തേക്കണം. കാസ്റ്റ് ചെയ്യേണ്ട ഒരു ചീനച്ചട്ടിയാണ്. അപ്പോൾ അത് വീടുകളിലാരും അങ്ങനെ ഉപയോഗിക്കണില്ല. നമ്മുടെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. പണ്ടൊക്കെ നമ്മുടെ എല്ലാ വീടുകളിലും ഉണ്ടായ ഒരു സാധനമാണ് കാസ്റ്റ് ചെയ്യേണ്ട ചീനച്ചട്ടി. അപ്പോൾ അതെല്ലാവരും അത് ഉള്ളവർ തന്നെ അതൊക്കെ പുറത്ത് വലിച്ചെറിഞ്ഞ് കളഞ്ഞേക്കണത്. എന്താണെന്ന് വെച്ചാൽ ഇത് ഇത്തിരി കനം കൂടുതലാണ്. അപ്പോൾ ഗ്യാസ് ഇച്ചിരി ചിലവാകും. എന്നാലും നല്ല ടേസ്റ്റാണ്. കറി ഉണ്ടാക്കിയാൽ മീനൊക്കെ വറുത്ത് കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ് ഈ കാസ്റ്റ് ചെയ്യേണ്ട ചീനച്ചട്ടി. അപ്പോൾ ഞാൻ ഏതായാലും ഒരു ചീനച്ചട്ടി മേടിച്ചതാണ്. നമുക്കൊരു 10-15 കുരുമുളക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ കുരുമുളകിൻ്റെ കാര്യം വിട്ടുപോയി. ഞാൻ അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. തേങ്ങയിലുണ്ട്, വെളിച്ചെണ്ണ ഉണ്ട് തേങ്ങയിൽ. അപ്പോൾ ആവശ്യമുള്ളവർ ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ ഒരു 2 സ്പൂൺ ഒഴിച്ചു കൊടുത്തു. മിക്സിയിൽ അരയ്ക്കുമ്പോൾ അത് നന്നായിട്ട് വറന്നു വന്നാലേ ശരിക്കും അരിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ഞാനത് കാരണം 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. തേങ്ങ ഒരുമാതിരി ചുവന്ന് വന്നിട്ടുണ്ട്. നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വേപ്പില ഇടാം. ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ട് മുളക് പൊടിയൊക്കെ പൊടിയായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ തേങ്ങ മൂത്തറുണ്ട്. നമുക്ക് മല്ലിപ്പൊടി 2 സ്പൂൺ ടേബിൾ സ്പൂണാണ് കേട്ടോ. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്ര സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാൻ മസാലപ്പൊടികളൊന്നും ചേർത്തിട്ടില്ല. അത് പൊടികളായതുകൊണ്ട് ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുക. കറിയാക്കുമ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനകത്ത് എണ്ണയൊക്കെ നന്നായിട്ട് അടിയിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, ഊറി വന്നിട്ടുണ്ട് തേങ്ങയിൽ നിന്ന്. നമ്മൾ ഇനിയിപ്പോൾ അധികം വേണ്ട. എന്താണെന്ന് വെച്ചാൽ നല്ല പൊടിയായതുകൊണ്ട് നമ്മൾ പൊടിച്ച് വെച്ചേക്കണ പൊടിയാണ്, മില്ലിൽ പൊടിപ്പിച്ച് വെച്ചേക്കണ പൊടിയാണ്. അതുകൊണ്ട് നല്ല നേർമ പൊടിയായതുകൊണ്ട് പെട്ടെന്നാവും. ഇനി അധികം നേരം ഇട്ടേക്കേണ്ട ആവശ്യമില്ല. തേങ്ങ ഇത് വറുക്കുമ്പോൾ കരിഞ്ഞു പോയാൽ കരി ചുവയായിരിക്കും. അപ്പോൾ അത് നല്ല ചുമന്ന് വരുന്ന ഭാഗത്തിന് നമ്മളിപ്പോൾ എല്ലാവരും പൊടികളാണ്. മറ്റേതെന്ന് വെച്ചാൽ നേരത്തെയൊക്കെ മുഴുവൻ മല്ലിയും മുളകും എല്ലാമാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് തേങ്ങയുടെ കൂടുതലിട്ട് വറക്കാം. ഇപ്പോൾ ഈ തേങ്ങ നല്ലോണം ചുമന്ന് വരുമ്പോഴത്തേക്കും നമ്മൾക്ക് ഈ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടികൾ അതൊക്കെ ചേർത്ത് കൊടുത്താൽ മതി.
പിന്നെ വേപ്പിലയും വെളുത്തുള്ളിയും കുരുമുളകും നേരത്തെ ഇടണം. തേങ്ങ കരിഞ്ഞു പോകരുത്, നല്ല ചുമന്ന് വരുന്ന ഒരു പാകമാണ്. അപ്പോൾ അതിങ്ങനെ ചീനച്ചട്ടിയിൽ വറക്കുമ്പോഴത്തേക്കും കിരികിരാന്ന് കേൾക്കും. വറക്കുമ്പോൾ നല്ല പാകമായി കഴിയുമ്പോൾ കരിഞ്ഞു പോകാതെ നമ്മൾ ശ്രദ്ധിക്കണത്. പാകമായിട്ടുണ്ട്, നമുക്കിത് ഓഫ് ചെയ്യാം. ഞാനിത് പെട്ടെന്ന് തണുക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് എടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇതിനകത്ത് ഇരുമ്പായതുകൊണ്ട് ഇത് കുറേ നേരം ഇരുന്ന് വേണം ആറാനായിട്ട്. അപ്പം പെട്ടെന്ന് ആറില്ല. പെട്ടെന്ന് ആറാൻ വേണ്ടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം. ഇത് ആറിയിട്ട് വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട്. പെട്ടെന്ന് ചൂടോടെയൊന്നും മിക്സിക്കകത്തേക്ക് ഇടരുത്. അതിനുവേണ്ടി ആ പ്ലേറ്റിലേക്ക് എടുക്കണം. നമ്മൾ പോട്ടിയിൽ ഞാൻ ഇന്ന് 2 പച്ചക്കായിട്ടാണ് വെക്കണത്. ആ പച്ചക്കായ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ പോട്ടി നല്ല ടേസ്റ്റ് ആയിരിക്കും. നെയ്യൊക്കെ പിടിച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് പച്ചക്കായ ഇടുന്നത്. അപ്പോൾ അത് വേവിക്കാൻ അടപ്പത്ത് വെച്ചേക്കണതാണ്. ഈ പച്ചക്കായ വേവാനായിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇച്ചിരി വെള്ളവും ഇച്ചിരി ഉപ്പും ഇട്ട് കൊടുക്കണം. ഇത് അരയ്ക്കാനായിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ജാറിലേക്കാണ് നമ്മൾ അരയ്ക്കുന്നത്. നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കറി ശരിയാക്കാം. അരപ്പ് അരഞ്ഞു വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഇരിക്കണം. കണ്ട, ഇങ്ങനെ നല്ല ഒരു പാകമായിട്ടിരിക്കണം. എന്നാലും നല്ല ഇതാണ് ഇതിൻ്റെ ഈ അരപ്പ് വറുത്തരയ്ക്കണ പാകം ഇതാണ്. അപ്പം നമുക്ക് കറി ഉണ്ടാക്കാം. ഞാനപ്പോൾ അതിന് ആ വറുത്ത ചീനിച്ചട്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ചട്ടി ചൂടായിട്ട് നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനകത്തേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് ഈ സവാള ഇട്ട് കൊടുക്കുക. ഒരു സവാള നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഒരു ഇച്ചിരി വേപ്പില ഇട്ട് കൊടുക്കുക. നമ്മൾ നന്നായിട്ട് വേപ്പില ഇട്ടിട്ടാണ് അരച്ചത്, വറുത്തരച്ചത്. ഒരിച്ചിരി വേപ്പില എന്തോലും ഇട്ടാലും നല്ല ടേസ്റ്റാണത്. അതിനകത്തേക്ക് ഒരു ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ സവാള പെട്ടെന്ന് വാടിക്കിട്ട്. ഇപ്പം വെളിച്ചെണ്ണയാണ് ഇതിനായിട്ട് എടുത്തേക്കുന്നത്. ഒരുപാട് അങ്ങോട്ട് ചുമക്കേണ്ട കാര്യമൊന്നുമില്ല. സവാള ഒരുമാതിരി ഒന്ന് പതുക്കെ ഒന്ന് വാടിയാൽ മതി. നമുക്ക് എന്നിട്ട് ഇതെല്ലാം കൂടി അരപ്പിനകത്ത് ഇറച്ചിക്കകത്തേക്ക് മിക്സ് ചെയ്യാം. നമ്മുടെ സവാള പാകമായിട്ടുണ്ട്. നമുക്ക് ഇറച്ചി വേവിച്ചേക്കണം ആ പാത്രത്തിലേക്ക് തന്നെ ഇതെല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പോട്ടി വേവിച്ച പാത്രത്തിൽ തന്നെയാണ് കറി ആക്കണത്. അപ്പോൾ അതുകൊണ്ട് പോട്ടി നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് നമുക്ക് പച്ചക്കായ വേവിച്ച് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു സവാള വാട്ടി വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് ഇങ്ങനെ ഇരിക്കണം. ഈ അരപ്പ് അരപ്പിൻ്റെ കട്ടി അനുസരിച്ച് നമുക്ക് ചാറ് ചേർത്ത് കൊടുക്കാം. ചിലർക്ക് ഇത്തിരി ചാറ് വേണം, ചിലർക്ക് ചാറ് ഇഷ്ടം ഉണ്ടാവില്ല, കട്ടിയായിട്ട് കഴിക്കണമായിരിക്കും ഇഷ്ടം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇതിനകത്ത് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ പാത്രത്തിനകത്ത് ഒരു പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിനകത്തേക്ക് നമുക്കൊരു 1 ടീസ്പൂൺ മസാലപ്പൊടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കൂടി ഒന്ന് 2 മിനിറ്റ് കഴിയുമ്പോൾ കറി ഓഫാക്കാം. നമ്മുടെ പോട്ടിക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം അധികം ചാറൊന്നുമില്ല, നല്ല പെരളനായിട്ടാണ് ഇരിക്കുന്നത്.